ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇപ്പോൾ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. ചോറും കറിയൊന്നും വെച്ചതൊന്നും പിടിച്ചില്ല കേട്ടോ. കറിയൊക്കെ വയ്ക്കണത് പിടിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഈ വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്ക് അതൊന്നും പിടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും കൂടി മെഴുക്ക് പുരട്ടി വയ്ക്കുകയാണ് ചെയ്തത്. വേറെ കറിയൊന്നും വെച്ചില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പുളിയിഞ്ചി ഉണ്ടായിരുന്നു, പുളിയിഞ്ചി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നും വയ്ക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാനായിട്ട് ഇന്ന് മൊത്തത്തിൽ വൃത്തിയാക്കാമെന്ന് തീരുമാനിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്, വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അല്ലാത്തപ്പോൾ ചെയ്യാറില്ല എന്നല്ല, കുറച്ചായിട്ടാണ് ചെയ്യാറ്, കുറച്ചായിട്ട് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വീട് മൊത്തത്തിൽ വൃത്തിയാക്കൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ബെർത്തിൻ്റെ കട്ടിലുമ്മ കയറി നിന്ന് നോക്കിയാലാണ് ബെർത്തുമ്മയ്ക്ക് ശരിക്കും ഒന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴെയൊക്കെ നിന്ന് നോക്കുകയാണെങ്കിൽ ബെർത്തിൻ്റെ അവിടേക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ബെർത്തിൻ്റെ അവിടെ ഇത്തിരി മാറാമ്പല ഇരിക്കണ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാറാമ്പല തട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാലും 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും മാറാമ്പല വരും കേട്ടോ. ഇപ്പോൾ ഇന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും മറ്റന്നൊക്കെ ആകുമ്പോഴേക്കും മാറാമ്പല വരും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വരണാവോ ഈ മാറാമ്പല? അപ്പോൾ അത് കാരണം നമ്മൾ മാറാമ്പല എത്ര തട്ടിയാലും കാര്യമില്ല. അപ്പോൾ മാറാമ്പലൊക്കെ തട്ടണതിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ണിലേക്കൊക്കെ പൊടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കണ്ണൊക്കെ തിരുമ്പണം. രാവിലെ തന്നെ മാറാമ്പലൊക്കെ കളഞ്ഞിട്ട് മാറാമ്പലൊക്കെ തട്ടിക്കളഞ്ഞ് കഴിഞ്ഞ് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടിട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചേട്ടാ. അതാണ് ഈ ഡ്രസ്സ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഡ്രസ്സ് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഈ ഡ്രസ്സ് ഇട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഡ്രസ്സിൽ തന്നെ വൃത്തിയാക്കിയത്. കുളി കഴിഞ്ഞിട്ട് വൃത്തിയാക്കണേലും നല്ലത് കുളിക്കണേക്ക് മുന്നേ വൃത്തിയാക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ആ പണിക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ നമ്മുടെ വിറകടുപ്പ് ഉണ്ടല്ലോ, വിറകടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ ഈ മാറാമ്പലൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് മാറാമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മാറാമ്പലൊക്കെ തട്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് ഈ ജനലകളൊക്കെ ജനലയും ജനലയുടെ കമ്പികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്. ചൂലെടുത്തിട്ട് തന്നെയാട്ടോ ക്ലീൻ ആക്കണേ. അപ്പോൾ അതിനിടയ്ക്ക് പൈപ്പിൽ വെള്ളം വന്നു. അപ്പോൾ അത് ഓഫാക്കാൻ പോയി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ചൂല് വെച്ച് തന്നെ ജനലയുടെ കമ്പിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആകോ മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ ആ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ ആ പണി അവിടെ കഴിഞ്ഞു. അമ്മ അവിടെ ഇരുന്ന് ജാതിക്കായ തല്ലി പൊളിക്കുന്നതാണ് കേട്ടോ. അധികമൊന്നും ഉണ്ടായില്ല, കുറച്ച് ജാതിക്കായ ഉണ്ടായുള്ളൂ. അപ്പോൾ 2 ദിവസം വിചാരിക്കണം കിടക്ക വെയിലത്ത് വെക്കണമെന്ന്. പക്ഷേ എന്നും രാവിലെ മഴയാണ് കേട്ടോ. മഴക്കാരൊക്കെ ആയ കാരണം വെയിലത്ത് വെക്കലൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ അത് വെയിലത്ത് വെച്ചു. പക്ഷെ കാര്യം ഉണ്ടായില്ല. ഗേറ്റിൻ്റെ അവിടെ കൊണ്ടാണ് വെച്ചത്. അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അഴ പൊട്ടി വീണു കേട്ടോ. അപ്പോൾ ഗ്യാസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് വണ്ടി വരുന്നു പറഞ്ഞു. ഗേറ്റ് തുറന്നിടാൻ പറഞ്ഞു. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടു. പക്ഷേ ഗ്യാസ് വണ്ടി വീട്ടിലേക്ക് വന്നില്ല. ആ വഴിയിൽ അവിടെ നിർത്തിയിട്ട് ഗ്യാസും കൊണ്ട് ആ ചേട്ടൻ ഇങ്ങോട്ട് വരാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഗേറ്റ് തുറന്നത് വെറുതെ ആയിപ്പോയി. വെയിലത്ത് വെച്ച കിടക്ക നമുക്ക് അവിടെ നിന്നെടുത്ത് മാറ്റേണ്ടിയും വന്നു കേട്ടോ. പിന്നെ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കുന്ന പരിപാടി ഉച്ച കഴിഞ്ഞ് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, രാവിലെ തന്നെ ചെയ്തേക്കാം. ഉച്ച കഴിഞ്ഞ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടി വരും. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി അവിടെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ചെയ്യാനായിട്ട് നിന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ സിമ്പിളായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുള്ള ചമ്മന്തിയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്, വളരെ സിമ്പിൾ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ കറി വറുത്തിടാനായിട്ട് ഉള്ളി അരിയില്ലേ, അതുപോലെ ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ എരിവിന് മുളക് പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഇത് 3 ഒഴിച്ച് നന്നായിട്ട് കൂട്ടിത്തിരിപ്പാട്ടാ. എന്നിട്ട് ചോറ് കൂട്ടി കഴിക്കാം. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ കറിക്കൊക്കെ അരിയണ പോലെ തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം.